أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم سبحان الذي أسرى بعبده ليلا من المسجد الحرام إلى المسجد الأقصى الذي باركنا حوله لنريه من آياتنا إنه هو السميع البصير. സൂറത്തു ബനു ഇസ്രായീൽ 111 ആയത്തുകളാണ്, 12 റുക്കുകളാണ് ഈ സൂറത്തിലുള്ളത്. ഈ സൂറത്തിന് തന്നെയാണ് സൂറത്തുൽ ഇസ്റാ എന്നും പേരുള്ളത്. ഈ സൂറത്തിൻ്റെ വിഷയം തന്നെ, തുടക്കം തന്നെ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇസ്റാ മിഅറാജ് എന്ന യാത്രയെ സംബന്ധിച്ചുള്ള വിവരണമാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഒരു യാത്ര ചെയ്യിപ്പിച്ചു എന്നൊരു കാര്യമാണ് ഈ സൂറത്തിൻ്റെ തുടക്കം പറയുന്നത്. തങ്ങളുടെ മക്ക ജീവിതത്തിൽ അവതരിച്ച സൂറത്താണ്. കൃത്യമായി ഒരു കാര്യം ഉറപ്പാണ്, മിഅറാജ് നടന്നതിന് ശേഷമാണ് ഈ സൂറത്ത് അവതരിച്ചത് എന്ന്. എന്നാൽ മിഅറാജിൻ്റെ കൃത്യമായ ഡേറ്റ് ഒന്നും തന്നെ ക്ലിപ്തമല്ല. ഏകദേശം നുബുവത്തിൻ്റെ 10ാം വർഷമാണിത് സംഭവിച്ചിരിക്കുന്നത്. ഹിജ്റയ്ക്ക് 3 വർഷം മുമ്പ് നുബുവത്തിൻ്റെ 10ാം വർഷം, ആ സമയത്താണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനുശേഷമാണ് ഈ സൂറത്ത് അവതരിച്ചത്. ഈ സൂറത്തിൽ ആദ്യമായി ഇസ്രായിലിൻ്റെ സംഭവം പറയുന്നു. അതിനുശേഷം ബനു ഇസ്രായേലിൻ്റെ കുറച്ച് വിഷയങ്ങൾ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ സൂറത്തിന് ബനി ഇസ്രായീൽ എന്ന പേരുമുള്ളത്. അതിൽ ജൂതന്മാർക്ക്, പ്രത്യേകിച്ച് ജൂതന്മാർക്ക് 2 തവണ പരാജയം രുചിക്കേണ്ടി വന്നതും, അവർ നിന്ദ്യരായി അവർ ഫലസ്തീൻ വിടേണ്ടി വന്നതും ഒക്കെയായ സംഭവം ഈ പരിശുദ്ധ ഖുർആൻ എന്ത് ചെയ്യുന്നുണ്ട്, അടുത്ത ആയത്തുകളിലൂടെ പരാമർശിക്കുന്നുണ്ട്. ഇസ്രായിൻ്റെ സംഭവം ഏകദേശം നമുക്കറിയാം. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മക്കയിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നു. ബുറാഖ് എന്ന് പറയുന്ന ഒരു മൃഗത്തിൽ നബി തങ്ങളെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കയറ്റി വളരെ സ്പീഡിൽ യാത്ര ചെയ്യിപ്പിച്ചു, ബൈത്തുൽ മുഖദ്ദസിലേക്ക് കൊണ്ടെത്തിച്ചു. ഇതിനാണ് ഇസ്റാ എന്ന് പറയുന്നത്, രാത്രിയുള്ള സഞ്ചാരം. അതിനുശേഷം പിന്നെ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മിഅറാജ്, അള്ളാഹുവിലേക്കുള്ള യാത്രയാണ്. ഈ യാത്രയുടെ ഭാഗം ഈ സ്ഥലത്ത് പരാമർശിക്കുന്നില്ല. പക്ഷേ സൂറത്തു നജ്മിൽ ഇതിൻ്റെ ഭാഗം നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതത്രയും വ്യക്തമായി ഇവിടെ സൂറത്തുൽ ബനി ഇസ്രായീൽ ഇസ്രായിനെ കുറിച്ച് പറഞ്ഞതുപോലെ ആയിരിക്കില്ല സൂറത്തു നജ്മിൽ മിഅറാജിനെ കുറിച്ച് പരാമർശിക്കുന്നത്. എന്തായാലും അവിടെ മിഅറാജ് ഉണ്ടാകുന്നു. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം 7 ആകാശവും താണ്ടി സിദ്റത്തുൽ മുൻതഹയിലെത്തുന്നു. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓരോ ആകാശത്തും ഓരോ പ്രവാചകന്മാരെ കാണുന്നു. അങ്ങനെ അള്ളാഹുമായിട്ട് സംസാരിക്കുന്നു. ശേഷം സമ്മാനമായിട്ട് നമസ്കാരം കിട്ടുന്നു. നമസ്കാരവുമായി നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെ തിരിച്ച് വരുന്നു, മക്കയിൽ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രാത്രി തന്നെ അവസാനിക്കുന്നതിന് മുമ്പ് തിരിച്ചെത്തിച്ചേരുന്നു. ഇത് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉണർന്നിരുന്ന സന്ദർഭത്തിൽ, ഉണർച്ചയിലുണ്ടായിരുന്ന യാത്രയാണോ, അതല്ല ഉറക്കത്തിൽ നബി തങ്ങൾ കണ്ട ഒരു സ്വപ്നമാണോ എന്നൊരഭിപ്രായമുണ്ടെങ്കിലും ഇത് പ്രബലമായ അഭിപ്രായം, ഇതൊരിക്കലും സ്വപ്നമല്ല. പരിശുദ്ധ ഖുർആൻ്റെ ആയത്തുകളും ഒക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ ഒരു സ്വപ്നമാണെങ്കിൽ അള്ളാഹു ഇത്രയും വലിയ മഹത്വം നൽകിയതായിട്ട് പറയേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ മക്ക മുശ്രിക്കീങ്ങൾ ഇതിനെ നിഷേധിച്ചു, ആ നിഷേധിക്കേണ്ട കാര്യമില്ല, കാരണം സ്വപ്നം എല്ലാവരും കാണുന്നതാണ്. അപ്പോൾ അതിൽ നിന്നെല്ലാം മനസ്സിലാകുന്നത്, നമ്മൾ ഹദീസുകളെല്ലാം പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത്, നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുബാറക്കായ ശരീരവുമായി നബി തങ്ങൾ ഉണർന്നിരുന്ന സമയത്ത് രാത്രി തങ്ങൾ സഞ്ചരിച്ച, സാധാരണ നമ്മൾ സഞ്ചരിക്കുന്നത് പോലെ സഞ്ചരിച്ച ഒരു യാത്ര തന്നെയാണ് ഈ ഇസ്റാഉം അതിനുശേഷം നടന്ന മിഅറാജും. അപ്പം അതാണ് ആദ്യത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതിനുശേഷം മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന് ഹിദായത്ത്, ബനു ഇസ്രായേലിന് നേരായ മാർഗം കാണിച്ചു കൊടുക്കാൻ വേണ്ടി തൗറാത്ത് കൊടുത്തു. അപ്പം അതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നു. എന്നിട്ട് അള്ളാഹുവിൻ്റെ തീരുമാനം ബനു ഇസ്രായേലിന്, അപ്പോൾ അതിൽ പറയുന്നുണ്ട് 2 തവണ നിങ്ങൾ ഭൂമിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കും.
അപ്പോൾ ഈ 2 തവണ നിങ്ങൾ ഈ കുഴപ്പങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നതിൻ്റെ പേരിൽ നിങ്ങൾക്ക് നിന്ദ്യതയും നിസ്സാരതയും അനുഭവിക്കേണ്ടി വരും. അങ്ങനെ നമുക്കറിയാം ബനു ഇസ്രായേലിൻ്റെ സംഭവം, ജൂതന്മാരുടെ സംഭവം. യഥാർത്ഥത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇറാഖിലാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പ്രബോധനം നടന്നത്. അതിനുശേഷമാണ് അദ്ദേഹത്തിന് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് നിർദ്ദേശം വരുന്നത് ഇറാഖ് വിട്ട് ഷാമിലേക്ക് പോകാൻ. അങ്ങനെ ഷാമിൽ ബൈത്തുൽ മുഖദ്ദസിലേക്ക് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പോകുന്നു. അവിടെ അദ്ദേഹത്തിൻ്റെ പ്രബോധനം കനാൻ എന്ന് പറയുന്ന പ്രദേശത്ത്. അപ്പോൾ ജൂതന്മാരുള്ളതിന് മുമ്പ് തന്നെ അവിടെ ആൾക്കാരുണ്ടായിരുന്നു, അവിടെ ആൾക്കാർ താമസമുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെന്ന് പ്രബോധനം നടത്തുന്നു. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പരമ്പര എവിടെ ബൈത്തുൽ മുഖദ്ദസിലും അഥവാ അതിൻ്റെ പരിസരത്തും ഉണ്ടാകുന്നു. അതാണ് ബഹുമാനപ്പെട്ട ഇസ്ഹാഖ് നബിയുടെ മകൻ യാക്കൂബ് നബി. അതുപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഒരു പരമ്പര, അതായത് ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരെ മക്കയിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ മക്കയിൽ ഉപേക്ഷിക്കുന്നു. ആ സംഭവം അറിയാം. അപ്പോൾ അവിടെ ഇബ്രാഹിം നബിയുടെ മറ്റൊരു പരമ്പര വളർന്നു വരുന്നു. അതാണ് അറബികൾ. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊക്കെ ആ പരമ്പരയിലാണ് ജനിച്ചത്. ഇവിടെ യാക്കൂബ് നബിക്ക് ശേഷം യാക്കൂബ് നബിയുടെ മകനായ യൂസുഫ് നബി മിസ്രിലേക്ക് പോകുന്നു, ഈജിപ്തിലേക്ക് പോകുന്നു. പിന്നെ ഇവരെല്ലാം ഈജിപ്തിലേക്ക് തിരിച്ചു വിളിക്കുന്നു. അങ്ങനെ ഇവർ പിന്നെ ബൈത്തുൽ മുഖദ്ദസിലില്ല. ഈ ബനു ഇസ്രായേൽ മുഴുവനും പിന്നെയുള്ളത് ഈജിപ്തിലാണ്. ഇവിടെ ബൈത്തുൽ മുഖദ്ദസിൽ വേറെ ആൾക്കാരാണ് താമസിച്ചിരുന്നത്. ഇവരെല്ലാം ഇറാഖിൽ നിന്ന് വന്നു, കുറച്ച് നാൾ ഷാമിലുണ്ടായിരുന്നു. പിന്നെ ഇവർ ഈജിപ്തിലേക്ക് തിരിച്ചുപോയി. പിന്നെ വർഷങ്ങൾ കഴിഞ്ഞ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടം. ആ പരമ്പരയിൽ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം, യാക്കൂബ് നബിയുടെ പരമ്പരയിലാണ് മൂസ അലൈഹി സ്വലാമും ജനിക്കുന്നത്. യൂസുഫ് നബിയുടെ പരമ്പരയല്ല, മറ്റ് 12 മക്കളിൽ വേറൊരു മകൻ്റെ പരമ്പരയിലാണ് മൂസ അലൈഹി സ്വലാം ജനിക്കുന്നത്. പിന്നെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഇവരെ ഫിറഔൻ്റെ അക്രമത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ട് തിരിച്ചു കൊണ്ടുവരികയാണ്. തിരിച്ചു കൊണ്ടുവരുമ്പോഴും ഇവർ ഈ പറയപ്പെട്ട ഈ പ്രദേശത്തേക്ക് വരുന്നില്ല. അന്ന് അവിടെ അമാലിക്കക്കാരാണുള്ളത്. അപ്പോൾ അവരോട് ഇവർ യുദ്ധം ചെയ്യാൻ തയ്യാറാകില്ല. അവർ വലിയ ശക്തന്മാരായതുകൊണ്ട് ഇവർ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനെ ധിക്കരിക്കുന്നു. ഇവർക്ക് പരീക്ഷണമായിട്ട് തീഹ് എന്ന് പറയുന്ന സ്ഥലത്ത് രാവിലെ അവർ യാത്ര ചെയ്ത് വൈകുന്നേരം എത്തിയാൽ പോലും പിറ്റേന്ന് എണ്ണിച്ച് നോക്കുമ്പോൾ വീണ്ടും രാവിലെ പുറപ്പെട്ട സ്ഥലത്തായിരിക്കും അവർ കാണുന്നത്. ഈ രീതിയിൽ 10-40 വർഷം തൂരി സീന ആ പറഞ്ഞ പ്രദേശത്ത് അവരിങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നു. ആ സമയത്താണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന് തൗറാത്ത് കിട്ടുന്നത്. ഈ സംഭവം നമ്മൾ വിശദീകരിച്ച് പറഞ്ഞതാണ്. അങ്ങനെ പിന്നെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമൊക്കെ അവിടെ വെച്ച് തന്നെ വഫാത്താകുന്നു. പിന്നെ ഈ സമുദായത്തെ അടുത്ത പ്രവാചകൻ വരുന്നു, ശമൂവേൽ പ്രവാചകൻ വരുന്നു. പിന്നെ ഇവരെയും കൊണ്ട് പോകുന്നു. അങ്ങനെ വീണ്ടും ഇവർക്ക് ബൈത്തുൽ മുഖദ്ദസ് കിട്ടുന്നു. ഇവർ വീണ്ടും ഫലസ്തീനിൽ താമസമാക്കുന്നു. വീണ്ടും ഇവരുടെ പ്രശ്നങ്ങൾ കാരണം പല രാജാക്കന്മാർ വന്ന് ഇവരെ ഈ സ്ഥലത്ത് നിന്ന് അടിച്ചോടിക്കുന്ന രംഗങ്ങളാണുള്ളത്. ഓരോ തവണ ഇവർ ഫലസ്തീനിൽ വന്ന് കയറുമ്പോഴെല്ലാം തന്നെ കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയും നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തുകൊണ്ട് തന്നെ ഇരുന്നു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ശരീഅത്ത് അനുസരിച്ച് ജീവിക്കുന്നതിന് അവർ ലംഘനം നടത്തി. അതനുസരിച്ച് അവർ ജീവിക്കാത്തതിൻ്റെ പേരിൽ പലതവണ ഇവർക്ക് ശത്രുക്കളിൽ നിന്ന് അക്രമങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതിലൊന്നാമത്തെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ശരീഅത്തിനെ അവർ തള്ളിയതിൻ്റെ പേരിൽ ബാബിൽ നിന്നും വന്ന ബുഖ്ത് നസർ എന്ന് പറഞ്ഞ രാജാവ് ഇവരെ വന്ന് ആക്രമിക്കുകയും ഒരുപാട് പേരെ ഇവരെ കൊന്നൊടുക്കുകയും ശേഷം ജീവിച്ചിരിക്കുന്നവരെ അദ്ദേഹത്തിൻ്റെ ബാബിൽ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയും അവിടെ അവരെ അടിമകളായി അവരോട് വളരെ മോശമായി പെരുമാറുകയും ഒരുപാട് നിന്ദിതയും നിസ്സാരതയും നേരിടുകയും ചെയ്യേണ്ടി വന്നു. ഇത് ഒരു സംഭവമായിട്ട് മുഫസ്സിരിങ്ങൾ 2 തവണയുള്ളതിൽ ഒന്നായിട്ട് മുഫസ്സിരിങ്ങൾ വ്യാഖ്യാനിക്കുന്ന ഈ ഒരു സംഭവമാണ്. പിന്നെ അതിനുശേഷം വീണ്ടും ഈ ബാബിൽ ഇറാനിലൊരു ചക്രവർത്തി വന്ന് ഈ ബാബിൽ തകർക്കുകയും ഇവരോട് അലിവ് തോന്നിയിട്ട് ഇവരെ വീണ്ടും എന്ത് ചെയ്യും, ഫലസ്തീനിലേക്ക് ഇവരെ തിരിച്ച് താമസിപ്പിക്കുകയും ചെയ്യും. അങ്ങനെ കുറേ കാലം കഴിയുമ്പോൾ പിന്നെ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടം കഴിയുന്നു. പിന്നെ അതിനുശേഷം റോം എന്ത് ചെയ്യുന്നു, ക്രിസ്തു മതത്തിലേക്ക് വരുന്നു. റോം സാമ്രാജ്യം ഫുള്ള് ക്രിസ്തു മതത്തിലേക്ക് വരുന്നു. അപ്പോൾ ഇവർ അന്നത്തെ റോമൻ സാമ്രാജ്യത്തിലുള്ള അവരുടെ ശത്രുക്കളെ സഹായിക്കാൻ വേണ്ടി ഫലസ്തീനിൽ ഇവർ ഒരുപാട് പദ്ധതികൾ ആവിഷ്കരിക്കുകയും റോമിനെതിരെ പ്രവർത്തിക്കുകയും ചെയ്യുന്നു.
അങ്ങനെ റോമൻ ചക്രവർത്തി വന്നുകൊണ്ട് തൈത്തൂസ് എന്ന് പറഞ്ഞ ഒരു രാജാവ് വന്നുകൊണ്ട് വീണ്ടും ഇവരെ അടിച്ചമർത്തുകയും വീണ്ടും ഇവരെ ആ നാടുകളിൽ നിന്ന് ഓടിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. ഇതാണ് രണ്ടാമത്തെ തവണ ഇവർക്ക് നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ നിസ്സാരതയും നിന്ദ്യതയും. ഇതല്ലാതെയും മുഫസ്സിരിങ്ങൾ വേറെ സംഭവങ്ങളും വ്യാഖ്യാനിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ ഇവർ ഒരിക്കലും ഈ സ്ഥലത്ത്, അതായത് ഈ ബൈത്തുൽ മുഖദ്ദസ് അതിൻ്റെ പരിസരത്ത് ഫലസ്തീനിൽ ഒന്നും ശാശ്വതമായി ഉണ്ടായിരുന്നൊരു സമുദായമേ അല്ല. ഇവർ 100 വർഷം തികച്ചിട്ടില്ല ഇവരുടെ ഭരണം പോലും. ഇവർ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിന് ഖിലാഫത്തിൽ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ നുബുവത്തിന് ശേഷമാണ് ഇവർക്ക് ബൈത്തുൽ മുഖദ്ദസ് കിട്ടുന്നതും. ആ സമയത്താണ് ഇവർ ബൈത്തുൽ മുഖദ്ദസ് കീഴടക്കി ഭരണം നടത്തുകയൊക്കെ ചെയ്യുന്നത്. പക്ഷേ പിന്നെ പല രാജാക്കന്മാരിൽ നിന്ന് ഇവർക്ക് പല സന്ദർഭത്തിലുള്ള ഏറ്റുമുട്ടലുകൾ ഉണ്ടാകുകയും അതിലെല്ലാം ഇവർ പരാജയപ്പെടുന്ന അവസ്ഥയാണ് ഉണ്ടായത്. അങ്ങനെ ഭൂമിയിൽ ഒരുപാട് തവണ ഇവർ നിന്ദരാകുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ഇവർ ആ ഭാഗത്ത് ഇവർക്ക് ഭരണമുണ്ട് എങ്കിൽ ഇൻഷാ അല്ലാഹ് ഇനിയും ഇവർക്ക് ഈ നിന്ദത ഉണ്ടാകുക തന്നെ ചെയ്യും. അപ്പോൾ അത് ചരിത്രം തന്നെ അതിന് തെളിവാണ്. ഒരിക്കലും ബൈത്തുൽ മുഖദ്ദസോ അല്ലെങ്കിൽ അതിൻ്റെ പ്രാന്തപ്രദേശങ്ങളൊന്നും തന്നെ അത് ജൂതന്മാർക്കുള്ളതല്ല. സാധാരണ ജനങ്ങളൊക്കെ തെറ്റിദ്ധരിക്കുന്നുണ്ട് ജൂതന്മാരിൽ നിന്നാണ് മുസ്ലിമീങ്ങൾ പിടിച്ചെടുത്തത്. മുസ്ലിമീങ്ങൾ ഒരിക്കലും ജൂതന്മാരിൽ നിന്ന് അത് പിടിച്ചടക്കിയിട്ടില്ല. അത് മറിച്ച് ക്രൈസ്തവരിൽ നിന്നാണ് അത് പിടിച്ചെടുത്തത്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ബൈത്തുൽ മുഖദ്ദസ് കീഴടക്കുമ്പോൾ അതിൻ്റെ ഭരണം ആരുടെ കയ്യിലായിരുന്നു? ക്രൈസ്തവരുടെ കയ്യിലായിരുന്നു. അതുപോലെ തന്നെ സലാഹുദ്ദീൻ അയ്യൂബി കീഴടക്കുമ്പോഴും കുരിശ് യുദ്ധത്തിലൂടെ അദ്ദേഹം അത് കീഴടക്കുമ്പോഴും അപ്പോഴും അതിൻ്റെ ഭരണം ക്രൈസ്തവരുടെ കയ്യിൽ തന്നെയായിരുന്നു. ഇവർക്ക് അതിനകത്ത് വലിയ ഭരണമൊന്നും കിട്ടിയിരുന്നില്ല. ശേഷം മനുഷ്യൻ്റെ പെരുമാറ്റം നന്നാക്കുക, അവൻ്റെ സ്വഭാവം നന്നാക്കുക, സ്വഭാവശുദ്ധി വരുത്തുക, അതുപോലെ തന്നെ അവൻ്റെ കടമകൾ, ഇതിനെല്ലാം ഉണർത്തിക്കൊണ്ടാണ് ഈ ആയത്തിലൂടെ അതിൽ തന്നെ മാതാപിതാക്കളോടുള്ള കടമ, അത് ഉദാഹരണങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വൃത്തിയായി വളരെ നല്ല രീതിയിൽ ഉപമിച്ചു തരികയാണ്. അള്ളാഹുവിനെ അല്ലാതെ വേറൊരാളെ നിങ്ങൾ ആരാധിക്കരുത്, മാതാപിതാക്കളോട് നിങ്ങൾ ഉപകാരം ചെയ്യണം. അതിനുശേഷം നിങ്ങൾ വളർന്ന് വലുതായി വരുമ്പോൾ അവരോട് ഉഫിൻ ഛേ എന്ന വാക്കുപോലും നിങ്ങൾ ഉച്ചരിക്കരുത്, അവരോടത് പറയരുത്, അവരെ ആട്ടി ഓടിക്കരുത് എന്നുള്ള രീതിയിൽ കൃത്യമായി വളരെ നല്ല ഉദാഹരണങ്ങളിലൂടെ അവർക്ക് നിങ്ങളുടെ ചിറക്, റഹ്മത്തിൻ്റെ കാരുണ്യത്തിൻ്റെ ചിറകുകൾ വിരിച്ചു കൊടുക്കുക, മാതാപിതാക്കൾക്ക് വേണ്ടി അവർക്ക് വേണ്ടി ദുആ ചെയ്യുക എന്നുള്ള കാര്യങ്ങളെല്ലാം പറയുന്നു. അതിനുശേഷം കുടുംബക്കാരുടെ കാര്യം, കുടുംബജീവിതം, അതിനകത്ത് കുടുംബക്കാരുടെ വാതീദൽ ഖുർബ ഹഖഹു, കുടുംബക്കാർക്ക് അവരുടെ ഹുഖൂഖുകൾ കൃത്യമായി നിർവഹിക്കുക, മിസ്കീനന്മാർക്ക്, അതുപോലെ തന്നെ യാത്രക്കാർക്ക്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായി ചെയ്യുക. ഭൂമിയിൽ അഹങ്കരിച്ച് നടക്കാൻ പാടില്ല, അഹങ്കരിക്കുന്ന രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകരുത്. പിന്നെ ചെലവഴിക്കുമ്പോൾ മധ്യമായ ഒരു നയം സ്വീകരിക്കണം. എല്ലാം വാരിക്കോരി ചെലവഴിക്കാനും പാടില്ല, എന്നാൽ പിടിച്ചു വെക്കാനും പാടില്ല. ഇസ്രാഫും ലുബ്ധതയും ഇത് രണ്ടും മോശമായ സ്വഭാവമാണ്. ഒരു മധ്യമായ രീതിയിൽ നമ്മൾ ചെലവഴിക്കണം. അതുപോലെ തന്നെ വ്യഭിചാരം പോലുള്ള കുറ്റകൃത്യങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ കൊലപാതകം, അതുപോലെ തന്നെ യതീമിൻ്റെ സമ്പത്ത് ഭക്ഷിക്കുന്ന വിഷയം, അതുപോലെ തന്നെ തൂക്കത്തിലും അളവിലും എന്ത് ചെയ്യുക, കൃത്രിമം കാണിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരിക്കലും ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല. ഇങ്ങനെ തുടങ്ങുന്ന കുറേ സ്വഭാവങ്ങൾ നല്ല സ്വഭാവത്തിലേക്ക് മനുഷ്യനെ ദഅവത്ത് ചെയ്യുകയാണ്. മനുഷ്യനെ നശിപ്പിച്ച് കളയുന്ന ഈ മോശത്തരങ്ങളിൽ നിന്നെല്ലാം ഒരു മുഅ്മിൻ പൂർണ്ണമായും വിട്ടു നിൽക്കണം എന്നുള്ളതാണ് ഈ ആയത്തിൻ്റെ വിഷയം. തുടർന്ന് ഉള്ള ആയത്തുകളിലെല്ലാം തന്നെ പറയുന്നത്. അതിനുശേഷം മക്ക മുശ്രിക്കീങ്ങൾ അവർ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി നടത്തിയ പല സംവാദങ്ങളും, അപ്പോൾ അതിൽ തന്നെ അവർ ആവശ്യപ്പെട്ട മോജിസാത്തുകൾ, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പിന്നെയുള്ള ആയത്തുകളിലൂടെയുള്ളത്. അതിലവർ ഉഖ്റവിയായ ജീവിതം, ആഖിറത്തിൻ്റെ ജീവിതം നിഷേധിച്ചിരുന്നു എന്ന് മാത്രമല്ല വലിയ തെളിവായിട്ട് പറയുമായിരുന്നു, ഞങ്ങൾ നുരുമ്പി നശിച്ച എല്ലുകളായി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ ഞങ്ങൾ പുനർജീവിക്കാനാണ് എന്നുള്ള കാര്യം വളരെ അഹങ്കാരത്തോടെ അവർ പറഞ്ഞിരുന്നു. പിന്നെ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനാണ് എങ്കിൽ അവർ ഒരിക്കലും നടക്കാത്ത രീതി, കാരണം ഈ മോജിസത്തുകൾ അവർ തേടുന്നത് തന്നെ നമ്മൾ പലയാവർത്തി പറഞ്ഞു, മുഅ്മിനാകാൻ വേണ്ടിയോ ഇസ്ലാം തെളിവിന് വേണ്ടിയോ ഒന്നുമല്ല, മറിച്ച് അവരുടെ ആ അഹങ്കാരം, അതുപോലെ തന്നെ ഞങ്ങൾ എന്തൊക്കെ വന്നാലും ഇനി മുഅ്മിനാകാൻ പോകുന്നില്ല എന്ന പിടിവാശിയുടെ പുറത്ത് നബിതങ്ങൾ ആവശ്യമില്ലാത്ത രീതിയിൽ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് മോജിസത്തുകൾ നേരിട്ട് ആകാശത്ത് പോയിട്ട് കിതാബ് എടുത്തുകൊണ്ട് വരാനും അങ്ങനെ എന്ന് വേണ്ട അവരുടെ മോശമായ രീതിയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പെരുമാറ്റവും അതിനെക്കുറിച്ചാണ് പിന്നെയുള്ള ആയത്തുകളിലൂടെ പറയുന്നത്.
അപ്പോൾ അതിൽ ഏറ്റവും വലിയ അവരുടെ ഒരു ആരോപണമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പെൺമക്കളാണ് മലക്കുകൾ എന്നുള്ള ആരോപണം. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി അവന് മക്കളിൽ നിന്ന് അവൻ പരിശുദ്ധനാണ്, അവന് മക്കളില്ല എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്ന പറഞ്ഞുകൊണ്ട് ഈ സൂറത്ത് അവസാനിപ്പിക്കുകയാണ്. അടുത്തത് സൂറത്തുൽ കഹ്ഫാണ്. ഇത് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്ക ജീവിതത്തിൽ അവതരിച്ച സൂറത്താണ്. 110 ആയത്തുകളാണുള്ളത്. 12 റുക്കുവാണ് ഈ സൂറത്തിലുള്ളത്. ഈ സൂറത്തിൻ്റെ അവതരണ പശ്ചാത്തലം ഹാഫിദ് ഇബ്നു ജരീർ തബരി റഹ്മത്തുള്ളാഹി തആല അലൈഹി വിവരിക്കുന്നുണ്ട്. അതായത് മക്കയിലെ കുറച്ച് നേതാക്കന്മാർ മദീനയിലേക്ക് 2 പേരെ അയക്കും. ഈ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും വാസ്തവമുണ്ടെന്ന് ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ അവിടെയുള്ള അഹ്ല കിതാബ്, അതായത് ആ സമയത്ത് അവിടെ ജൂതന്മാരുണ്ടായിരുന്നു, അവരോട് പോയിട്ട് ചോദിക്കുക ഇത് പ്രവാചകനാണോ, അപ്പോൾ അങ്ങനെയുള്ള ഇതിനകത്ത് എന്തെങ്കിലും വാസ്തവമുണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടി 2 പേരെ മദീനയിലേക്ക് അയക്കും. അങ്ങനെ അവർ മദീനയിൽ ചെന്ന് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിഷയത്തിൽ അവിടെ ഉണ്ടായിരുന്ന യഹൂദി പണ്ഡിതരോട് കാര്യങ്ങൾ ചോദിക്കും. അപ്പോൾ ആ യഹൂദി പണ്ഡിതർ പറയും, നിങ്ങൾ ചെന്ന് ആ പ്രവാചകനോട് 3 ചോദ്യങ്ങൾ ചോദിക്കാൻ പറയും. ആ 3 ചോദ്യങ്ങൾക്ക് അദ്ദേഹം ശരിയായ ഉത്തരം പറയുന്നുണ്ട്, അതിനെക്കുറിച്ച് അദ്ദേഹത്തിന് അറിയാമെങ്കിൽ മനസ്സിലായിക്കോണം ഇദ്ദേഹം പ്രവാചകനാണ് എന്ന്. 3 ചോദ്യങ്ങളിൽ ഒന്ന് അസ്ഹാബുൽ കഹ്ഫ്, ഗുഹാനിവാസികൾ, കുറച്ച് ചെറുപ്പക്കാരെക്കുറിച്ചാണ് ചോദിക്കുന്നത്. അവരുടെ അത്ഭുതകരമായ സംഭവത്തെക്കുറിച്ച് ചോദിക്കും. അന്നുണ്ടായിരുന്ന അക്രമിയായ രാജാവിൽ നിന്ന് രക്ഷപ്പെട്ടു പോയ ആ ചെറുപ്പക്കാരുടെ അവസ്ഥ എന്താണ്. രണ്ടാമത്തെ ചോദ്യം കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ ഭൂമി മുഴുവനും യാത്ര ചെയ്ത ഒരു രാജാവ്, അദ്ദേഹത്തെക്കുറിച്ച് ചോദിക്കും. അദ്ദേഹം കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ യാത്ര ചെയ്ത വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തിയെക്കുറിച്ച് ചോദ്യം ഉണ്ടാകും രണ്ടാമത്തെ ചോദ്യം. മൂന്നാമത്തത് റൂഹിനെ സംബന്ധിച്ചായിരിക്കും ചോദ്യം. ഇതിൽ റൂഹിനെ സംബന്ധിച്ചുള്ള ചോദ്യം കഴിഞ്ഞ സൂറത്ത് ബനു ഇസ്രായേലിൽ 85-ാമത്തെ ആയത്തിലെ സലൂനക്കാനി റൂഹ് കുലി റൂഹു മിൻ അംരി റബ്ബി എന്നുള്ള ആയത്തിലൂടെ അത് പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ റൂഹിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ അത് അള്ളാഹുവിൻ്റെ തീരുമാനമാണ്, നിങ്ങൾക്കതിലേക്ക് റൂഹിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ കഴിയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നൊരു മറുപടി അവിടെ നൽകുന്നുണ്ട്. ഇപ്പോൾ ഈ സൂറത്തിൽ ഈ 2 സംഭവങ്ങളെക്കുറിച്ച് ഒന്നാമത്തെ സൂറത്തുൽ കഹ്ഫിൻ്റെ തുടക്ക സമയത്ത്, അത് നമ്മുടെ 15-ാമത്തെ ജുസുയിലാണ് ഈ സംഭവമുള്ളത്. രണ്ടാമത്തെ സംഭവം 16-ാമത്തെ ജുസുയിലാണുള്ളത്. പിന്നെ ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു സംഭവം മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ഖിദർ അലൈഹിസ്സലാമിൻ്റെ സംഭവമാണ്. ഇവർ തമ്മിലുള്ള സംഭാഷണങ്ങളും ഇവരുടെ ഒരു യാത്ര, ആ യാത്രയും ഇതിനകത്ത് വിവരിക്കുന്നുണ്ട്. ഇതുകൂടാതെ ഈ സൂറത്തിൽ പ്രധാനപ്പെട്ട ചില ഉദാഹരണങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പരിശുദ്ധമായ ദീനിൻ്റെ ദഅവത്ത് ഉദാഹരണങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നു. ആര് പരിശുദ്ധ ദീനിലേക്ക് വരുന്നു, അള്ളാഹുവിനെ ഭയപ്പെടുന്നു, അപ്പോൾ അവരുടെ അവസ്ഥ എന്താണ്, ആര് അള്ളാഹുവിനെ ഭയപ്പെടുന്നില്ലയോ, ആര് അള്ളാഹുവിനെ അംഗീകരിക്കുന്നില്ലയോ, അവരുടെ അവസാനം എന്തായി മാറും, അവരുടെ ജീവിതം ഖേദമായി മാറും എന്ന് തുടങ്ങുന്ന ചില ഉദാഹരണങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിവരിച്ചു തരുന്നുണ്ട്. ഇതാണ് ഈ സൂറത്തിലാകെ വിവരിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇതിൽ ആദ്യത്തെ ആയത്തിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനെ അവൻ്റെ ദാസൻ്റെ മേൽ അയച്ചിരിക്കുകയാണ്. അതിൽ യാതൊരു രീതിയിലുള്ള ന്യൂനതകളും അതിലില്ല എന്നുള്ള കാര്യം കൃത്യമായി ഈ സൂറത്തിലൂടെ പറയുന്നു. അതിനുശേഷം ലിയുൻദിറ ബഅ്സൻ ഷദീദ, ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ലിയുൻദിറ ബഅ്സൻ ഷദീദ, അതായത് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ കിതാബ്, ഇത് നേരായ കിതാബാണ്. ഖയ്യിമൻ എന്ന് പറഞ്ഞാൽ നേരായ കിതാബാണ്. ആ കിതാബ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയത്, അത് അവതരിപ്പിച്ചത് ഒരു വലിയ ഒരു ശിക്ഷ അവർക്ക് വരും, അതിൽ നിന്ന് അവരെ ഭയപ്പെടുത്താൻ വേണ്ടിയാണ്, ആ ശിക്ഷയിൽ നിന്ന് അവർക്ക് മുന്നറിയിപ്പ് നൽകാൻ വേണ്ടിയാണ്. അതുപോലെ തന്നെ മുഅ്മിനീങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി, സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടിയുമാണ്, അവർക്ക് നല്ല പ്രതിഫലമുണ്ട് എന്ന്. മുഫസ്സിരീങ്ങൾ ഈ ബഅ്സൻ ഷദീദ എന്ന വിഷയത്തിൽ വ്യത്യസ്ത വ്യാഖ്യാനങ്ങൾ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. കൂടുതലും ആഖിറത്തിലെ ശിക്ഷകളെ സംബന്ധിച്ചാണ് കൂടുതൽ മുഫസ്സിരീങ്ങളും പറയുന്നത്. ചില മുഫസ്സിരീങ്ങൾ ഖിയാമത്ത് നാളിലുണ്ടാകുന്ന വലിയ സംഭവങ്ങളെ സംബന്ധിച്ചാണെന്നും അവിടെ മുസ്ലിമീങ്ങൾക്ക് വിജയമുണ്ടാകുമെന്നും അതുപോലെ തന്നെ അത് ദജ്ജാലുമായി ബന്ധപ്പെട്ട സംഭവങ്ങളാണ് എന്നും വിവരിക്കുന്നവരുണ്ട്.
എന്തായാലും ഈ സൂറത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് പറയുന്നത്, ഈ സൂറത്ത് ഹദീസുകളിൽ കാണാൻ കഴിയും, എല്ലാ ദിവസം വെള്ളിയാഴ്ച ഈ സൂറത്ത് ഓതുന്നവർക്ക് ദജ്ജാലിൻ്റെ ഫിത്നയിൽ നിന്ന് സുരക്ഷിതമാകാൻ കഴിയുമെന്ന്. അതുകൊണ്ട് നമ്മുടെ മഹാന്മാരുടെ എല്ലാവരുടെയും ആദത്താണ് ഈ സൂറത്ത് അവരെല്ലാ വെള്ളിയാഴ്ച ദിവസങ്ങളിലും എന്ത് ചെയ്യുന്നുണ്ട്, ഈ സൂറത്ത് അവരുടെ ഒരു ആദത്തായി മാറിയിട്ടുണ്ട്. അതുകൊണ്ടത് എല്ലാ വെള്ളിയാഴ്ച ദിവസവും ഈ സൂറത്ത് ഓതൽ പ്രത്യേക സുന്നത്താണ്. ഇനി ഇത് ഈ പറഞ്ഞ ബഅ്സൻ ഷദീദ കൊണ്ട് ഉദ്ദേശം തന്നെ ആ ദജ്ജാലി ഫിത്ന അല്ലെങ്കിൽ പോലും ദജ്ജാലുമായി ബന്ധപ്പെട്ട യജൂജ് മഅജൂജിൻ്റെ സംഭവമെല്ലാം ഈ സൂറത്തിൻ്റെ അവസാന ഭാഗത്തായിട്ട് ആ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന ഫിത്നയെക്കുറിച്ചൊക്കെ ലാസ്റ്റ് വരുന്നുണ്ട്. അതിനുശേഷം പ്രധാനമായിട്ടും ആ സംഭവത്തിലേക്ക് കടക്കുകയാണ്. ആ ആൾക്കാർ, ഒന്ന് അസ്ഹാബുൽ കഹ്ഫ് വർ റഖീം, 2 പേരാണ് അവർക്കുള്ളത്. കഹ്ഫ് എന്ന് പറഞ്ഞാൽ അറബിയിൽ ഗുഹ എന്നാണ് അർത്ഥം. റഖീം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്നുകിൽ ഇവർ ഈ താമസിച്ചത് ഏതൊരു മലയിലാണോ ആ മലയ്ക്കാണ് റഖീം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ പ്രദേശത്തിൻ്റെ പേരാണ് റഖീം. ആ പ്രദേശത്തുള്ള ഗുഹയ്ക്കാണ് കഹ്ഫ്. അസ്ഹാബുൽ കഹ്ഫ് എന്ന് ഗുഹ വെച്ചുകൊണ്ട് പറഞ്ഞതാണ്. ആ പ്രദേശത്തിനാണ് റഖീം എന്ന് പറയുന്നത്. വേറെ ചില മുഫസ്സിരീങ്ങൾ പറയുന്നത് ഇവരുടെ ഖബറിനകത്ത്, ഇവരുടെ ഖബറിൽ സാധാരണ രീതിയിൽ മീസാൻ കല്ല് പോലെ കല്ല് വെക്കും. അപ്പോൾ അതിനകത്ത് പേരൊക്കെ കുത്തും, അപ്പോൾ പേരൊക്കെ എഴുതി വെക്കും. ഇതിനും ആ കാലഘട്ടത്തിൽ റഖീം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവരുടെ ഖബർ പ്രത്യേകിച്ച് എല്ലാവർക്കും അറിയാൻ വേണ്ടി ഇവരുടെ ഖബറിൽ പ്രത്യേക പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ അർത്ഥത്തിൽ അവരെ റഖീം എന്ന് പറയുന്നു. വ്യത്യസ്തമായ തഫ്സീറാണ് ആ വിഷയത്തിലുള്ളത്. എന്തായാലും ഇവരുടെ സംഭവം എന്താണെന്ന് വെച്ചാൽ, അക്രമിയായ രാജാവ്, ഇവർ ചെറുപ്പക്കാർ, മുവഹിദീങ്ങളായ ചെറുപ്പക്കാരാണ്, ഏകദൈവ വിശ്വാസികളാണ്. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ ആ രാജാവ് സമ്മതിക്കാതെ വന്നപ്പോൾ അവർ ആ നാട് വിട്ട് പുറപ്പെട്ടു പോവുകയാണ് ചെയ്തത്. അങ്ങനെ നാട് വിട്ട് അവർ പുറപ്പെട്ടു പോയി. അപ്പോൾ അവരുടെ എണ്ണത്തിൽ തന്നെ മുമ്പുണ്ടായിരുന്ന ആൾക്കാരിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഖുർആനും ആ അഭിപ്രായ വ്യത്യാസം എടുത്ത് ഉന്നയിക്കുന്നുണ്ട്. കാരണം ഈ എണ്ണമൊന്നും അറിയുന്നതിനകത്ത് കാര്യമില്ല, മറിച്ച് ഒരു സംഭവത്തിൽ നിന്ന് കിട്ടേണ്ട ഗുണപാഠം എന്താണോ അതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഉൾക്കൊള്ളേണ്ടത്. അവരെത്ര പേരുണ്ടായിരുന്നു, അല്ലെങ്കിൽ അവരുടെ പട്ടി, ആ പട്ടിയുടെ അവരുടെ കൂടെ അവരെ പിന്തുടർന്നൊരു പട്ടിയും പോയിരുന്നു. അപ്പോൾ അതിൻ്റെ എങ്ങനത്തെ പട്ടിയായിരുന്നു എന്നുമ്പോൾ അത് ചർച്ചയിലല്ല കാര്യം, മറിച്ച് ഗുണപാഠം എന്താണ് എന്നുള്ളതാണ് ഇതിനകത്ത് നമ്മുടെ വിഷയം. അപ്പോൾ അങ്ങനെ ഇവരെ ഒരു ഗുഹയിലേക്ക് പോയി ആ ഗുഹയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് അവിടെ കിടന്നുറങ്ങുകയാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഖുദ്റത്ത് കൊണ്ട് ഏകദേശം 300 വർഷം, അറബി ഡേറ്റ് അനുസരിച്ചാണെങ്കിൽ 309 വർഷക്കാലം അവർ ആ ഗുഹയിൽ തന്നെ കിടന്നുറങ്ങുകയാണ് ചെയ്തത്. അപ്പം അവർ ആ ഗുഹയിൽ കിടന്നുറങ്ങുമ്പോൾ അവരുടെ ശരീരം കേടുപാട് പറ്റാതിരിക്കാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ സംവിധാനങ്ങൾ ചെയ്തത് ആയത്തിലൂടെ അള്ളാഹു പറയുന്നുണ്ട്. അതങ്ങോട്ടും ഇങ്ങോട്ടും അവർ തിരിഞ്ഞും മറിഞ്ഞുമൊക്കെ കിടന്നു. അതുപോലെ തന്നെ സൂര്യൻ്റെ ചൂട് കൃത്യമായിട്ട് അവർക്ക് അടിക്കാതിരിക്കാനുള്ള സംവിധാനങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ആ ഗുഹയിൽ ചെയ്തു കൊടുത്തു. എന്തായാലും അവർ 300 വർഷം കഴിഞ്ഞാണ് ആ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നത്. എഴുന്നേറ്റ് അവർ പരസ്പരം അവരറിയുന്നില്ല, ഞങ്ങൾ ഇത്രയും നാൾ ഇവിടെ കിടന്നുറങ്ങി എന്നുള്ള കാര്യം അവരറിയുന്നില്ല. അങ്ങനെ അറിയാതെ ഇവരവസാനം ഒരാളെ വളരെ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് പോയിട്ട് എന്തെങ്കിലും ഭക്ഷണ സാധനം വാങ്ങിച്ചു കൊണ്ടുവരാൻ അയക്കുകയാണ്. അപ്പോൾ അങ്ങനെ അവരിൽ ഒരാൾ ഭക്ഷണ സാധനമായി വാങ്ങാൻ വേണ്ടി പോകുന്നു. പോയി ഭക്ഷണം വാങ്ങുന്ന സ്ഥലത്ത് ഇവർ കൊടുക്കുന്ന കറൻസി, ഇവരുടെ അന്നത്തെ ഉണ്ടായിരുന്ന ആ നാണയം, അത് 300 വർഷം പഴക്കമുള്ള നാണയമാണ്. ആ രാജാവെല്ലാം ചത്തൊടുങ്ങി. ഇപ്പോൾ പുതിയ മുവഹിദായ അള്ളാഹുവിനെ അനുസരിക്കുന്ന നല്ലൊരു രാജാവിൻ്റെ കാലഘട്ടത്തിലാണ് നിങ്ങളുള്ളത് എന്നൊക്കെ ആ കടക്കാർക്ക് ഇത് മനസ്സിലാകുകയും അവർ ഈ വിഷയം രാജാവിലെത്തിക്കുകയും രാജാവ് ഇവരെ വിളിപ്പിക്കുകയും അങ്ങനെ എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുമ്പോൾ മനസ്സിലാകും ഇവർ 300 വർഷം ഗുഹയിൽ കിടന്നുറങ്ങിപ്പോയതാണ് എന്ന് മനസ്സിലാകുകയും അവരെല്ലാ വേണ്ട രീതിയിലെല്ലാം ആദരിക്കുകയും ചെയ്യുന്നതാണ് ഈ സംഭവം. അപ്പോൾ ഈ സംഭവത്തിലെ നമ്മുടെ ഗുണപാഠം, അള്ളാഹുവിനെ ഭയന്ന് എന്ത് പ്രതിസന്ധി വന്നാലും ആ പ്രതിസന്ധികളെ നേരിട്ട് നമുക്ക് നമ്മുടെ ദീനനുസരിച്ച് ജീവിക്കാൻ കഴിയുന്നില്ല എങ്കിൽ പുറപ്പെട്ടു പോകുക. അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീനനുസരിച്ച് ജീവിക്കാനുള്ള സംവിധാനം ഗൈബിയായ രീതിയിൽ അള്ളാഹു അത് ഒരുക്കും എന്നുള്ളതാണ് നമുക്കിതിൽ നിന്ന് കിട്ടുന്ന സംഭവം. ഈ സംഭവം പരിശുദ്ധ ആയത്തിലൂടെ, പരിശുദ്ധ ഖുർആൻ്റെ ഈ സൂറത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മക്ക മുശ്രിക്കീങ്ങൾക്കായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. അടുത്തതായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു ഉപമയിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കി തരികയാണ്. അപ്പോൾ 2 ചെറുപ്പക്കാർ,
ഇത് ഉപമയാണ്. ഉപമയാകുമ്പോൾ ആ സംഭവം യഥാർത്ഥത്തിൽ നടക്കണമെന്ന് നിർബന്ധമില്ല. ബഹുമാനപ്പെട്ട ഷാ വലിയുല്ലാഹി ദഹ്ലവി റഹ്മത്തുല്ലാഹി തആല അലൈഹി അദ്ദേഹത്തിൻ്റെ ഫൗസുൽ കബീർ എന്ന ഗ്രന്ഥത്തിൽ ഈ വിഷയം വിവരിക്കുന്നുണ്ട്. ഉപമയായിട്ട് അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്ന കാര്യങ്ങൾ യഥാർത്ഥത്തിൽ അവിടെ ഉണ്ടാകണം, അതിന് യാഥാർത്ഥ്യം ഉണ്ടാകണമെന്നൊന്നും ഇല്ല എന്ന്. എന്തായാലും രണ്ട് പേരുടെ സംഭവം, അതായത് രണ്ട് പേര്, അവർക്ക് രണ്ട് പേർക്ക് നല്ല തോട്ടങ്ങളുണ്ട്. അപ്പോൾ ആ തോട്ടത്തിൽ ഒരാൾ അള്ളാഹുവിനെ അനുസരിക്കുന്നതാണ്, മറ്റേ ആൾ ധിക്കരിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ അള്ളാഹുവിനെ ധിക്കരിക്കുന്ന വ്യക്തിക്ക് അവസാന സമയം അദ്ദേഹം ഈ അനുസരിക്കുന്ന വ്യക്തി ധിക്കരിക്കുന്ന ആൾക്ക് ദഅവത്ത് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. നീ അള്ളാഹുവിനെ നിഷേധിക്കുകയാണോ? മണ്ണിൽ നിന്ന് നിന്നെ പടച്ച അള്ളാഹുവാണ്, അതിനുശേഷം ഇന്ദ്രിയത്തുള്ളിൽ നിന്ന് നിന്നെ പടച്ചു, അതിനുശേഷം നിന്നെ ഒരു പൂർണ്ണ യുവാവാക്കി മാറ്റി. അപ്പോൾ അങ്ങനെയുള്ള റബ്ബിനെ നീ എന്ത് ചെയ്യുകയാണോ? ധിക്കരിക്കുകയാണോ? നീ അവനെ അനുസരിക്കുന്നില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. അങ്ങനെ അവസാന സമയത്ത് ആ തോട്ടത്തിൽ ലാസ്റ്റ് എത്തിച്ചേരുമ്പോൾ ആ തോട്ടം എല്ലാം നല്ല ഫലപുഷ്ടിയുള്ള നല്ലൊരു തോട്ടമായിരുന്നെങ്കിലും അത് ഉണങ്ങിക്കരിഞ്ഞ് ഒന്നുമില്ലാത്തതായി മാറുന്നൊരു സാഹചര്യം. അപ്പോൾ അവസാനം അവൻ്റെ ഖേദമാണ്. അപ്പം ആ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് ഞാൻ ആ സമയത്ത് അള്ളാഹുവിനെ ഓർത്തിരുന്നെങ്കിൽ എന്നുള്ള ആ ഖേദം പ്രകടിപ്പിക്കുന്ന ഒരു രംഗമാണുള്ളത്. ഇതുപോലെയാണ് മനുഷ്യൻ്റെ ദുന്യവിയായ ജീവിതം. ഇവിടെ നമ്മൾ അള്ളാഹുവിനെ ധിക്കരിച്ചാലും ദുനിയാവിലെ എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് കിട്ടും. അതിനകത്ത് നമ്മൾ എല്ലാം മതിമറന്ന് സന്തോഷിച്ച് നമ്മൾ പോകുമ്പോൾ അവസാനം നമ്മൾക്ക് ഇതിൻ്റെ പ്രതിഫലം കിട്ടുന്നൊരു ദിവസമുണ്ട്, ആഖിറം. അവിടെ എത്തുമ്പോഴത്തേക്ക് ഒന്നുമില്ല, എല്ലാം തരിശായി കിടക്കുമ്പോഴുണ്ടാകുന്ന സാഹചര്യം. അപ്പോൾ അന്ന് ഖേദം പ്രകടിപ്പിച്ചിട്ട് കാര്യമില്ല, ആ ഖേദം കൊണ്ട് യാതൊരു ഗുണവും കിട്ടുകയില്ല. ഇത് നല്ലൊരു ഉദാഹരണത്തിലൂടെ അള്ളാഹു നമുക്ക് കാര്യം പറഞ്ഞു തരികയാണ്. ഇതിനുശേഷം മൂസ അലൈഹിസ്സലാത്തു വസ്സലാം, ഖിസർ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ സംഭവമാണ് ഈ സൂറത്തിൽ വിവരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി തആല അലൈഹി ഈ സംഭവം പല സ്ഥലത്തായിട്ട് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ ഹദീസുകൾ കൊണ്ടുവരുന്നുണ്ട്. അതിൻ്റെ സാരം ഇങ്ങനെയാണ്: ഒരിക്കൽ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ഒരു മജ്ലിസിലിരിക്കുമ്പോൾ ഒരു ചോദ്യമുണ്ടായി, ഈ ലോകത്ത് ഇപ്പോഴുള്ള ഏറ്റവും വലിയ ആലിം ആരാണ് എന്ന്. സ്വാഭാവികമായിട്ട് പ്രവാചകനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും കൂടുതൽ ഇൽമ കൊടുത്തിരിക്കുന്നത്. ആ അർത്ഥത്തിൽ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, ഞാൻ തന്നെയാണ് എന്ന് പറഞ്ഞു. പക്ഷേ ആ മറുപടി അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടില്ല. മറിച്ച് ഇങ്ങനെയുള്ള സമയത്ത് അള്ളാഹു ആലം, അള്ളാഹുവിനാണ് ഇതിനെക്കുറിച്ച് ഏറ്റവും അറിവുള്ള ആൾ എന്ന് പറഞ്ഞൊരു വിനയം പ്രകടിപ്പിക്കുകയായിരുന്നു വേണ്ടത്. എന്തായാലും മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനൊരു പരീക്ഷണാർത്ഥം, എൻ്റെ ഇന്ന ഒരു ദാസനുണ്ട്, നീ ആ ദാസൻ്റെ അടുത്ത് പോകണം, അവിടെ ചെന്ന് നീ അവൻ്റെ അടുത്ത് നിന്ന് ഇൽമു പഠിക്കണം, ആ ദാസൻ്റെ അടുക്കൽ നിന്ന് ഇൽമു പഠിക്കണം എന്ന നിർദ്ദേശം കൊടുക്കുകയാണ്. അങ്ങനെ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ബഹുമാനപ്പെട്ട യൂഷ അലൈഹിസ്സലാത്തു വസ്സലാം എന്നൊരു ചെറുപ്പക്കാരനെയും കൂടെ കൂട്ടി. ഇത് പിന്നെ ശേഷം പ്രവാചകനാകും, അള്ളാഹു അദ്ദേഹത്തിന് നുബുവത്ത് കൊടുക്കും. അപ്പോൾ അങ്ങനെ ഈ രണ്ട് ആ സമയത്ത് പ്രവാചകനായിരിക്കില്ല യൂഷ അലൈഹിസ്സലാം. എന്തായാലും ഇവർ രണ്ട് പേരും കൂടെ പുറപ്പെട്ടു പോവുകയാണ്. അപ്പോൾ അവർ പോകുമ്പോൾ രണ്ട് നദികൾ വന്ന് ഒരുമിക്കുന്ന ഒരു സ്ഥലത്തായിരിക്കും അദ്ദേഹം ഉണ്ടാകുന്നത് എന്ന് പറയും. അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഒരു മീൻ അതിനെ ഒരു കൊട്ടയിലിട്ടുകൊണ്ട് യാത്ര ചെയ്യാൻ നിർദ്ദേശമുണ്ടാവും. എവിടെ വെച്ചാണോ ഈ മീൻ ചാടി പോകുന്നത് ആ സ്ഥലത്തായിരിക്കും നിങ്ങൾക്ക് ആ വ്യക്തിയെ കാണാൻ കഴിയുക എന്ന് പറയും. അങ്ങനെ അവർ യാത്ര തിരിച്ച് അവസാനം ഒരു വിശ്രമിക്കാൻ വേണ്ടി ഏകദേശം ഒരു സ്ഥലത്ത് എത്തുന്ന സമയത്ത് മൂസ അലൈഹിസ്സലാത്തു വസ്സലാം വിശ്രമിക്കും. പക്ഷേ യൂഷ അലൈഹിസ്സലാം ഉണർന്നിരിക്കും. അപ്പോഴീ മീൻ ചാടിപ്പോകും. മീൻ ആ കൊട്ടയിൽ നിന്ന് ചാടി അതിനുശേഷം അത് വെള്ളത്തിൽ പോകുന്ന വഴിക്ക് ഒരു തുരങ്കം ഇട്ടുകൊണ്ടാണ് അത് പോകുന്നത്. പിന്നെ അത് അപ്രത്യക്ഷമാകുകയും ചെയ്യും. ഇത് കണ്ടുകൊണ്ട് യൂഷ അലൈഹിസ്സലാം ഇത് അത്ഭുതപ്പെട്ട് ഇത് നോക്കി നിൽക്കും. പക്ഷേ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ഉണർന്നുമ്പോൾ ഇത് പറയാൻ മറന്നുപോകും. അങ്ങനെ മറന്നുപോയിട്ട് വീണ്ടും ഇവർ യാത്ര തുടർന്നിട്ട് വിശക്കുമ്പോൾ ഭക്ഷണത്തിൻ്റെ കാര്യം ചോദിക്കുമ്പോഴാണ് ഈ മീൻ്റെ കാര്യം ഓർമ്മ വരുന്നത്. അങ്ങനെ ആ കാര്യം ബഹുമാനപ്പെട്ട യൂഷ അലൈഹിസ്സലാം മൂസ നബിയോട് പറയുകയും മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം ശൈത്താനാണ് നമ്മളെ മറപ്പിച്ച് കളഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് എന്തായാലും ആ സന്തോഷം പ്രകടിപ്പിക്കും. സ്ഥലം നമുക്കറിയാമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ച് ആ സ്ഥലത്തേക്ക് വരികയാണ്. അപ്പോൾ അവിടെ ഒരു പുതച്ച് ഒരാൾ അവിടെ കിടപ്പുണ്ടാകും. അപ്പോൾ അദ്ദേഹത്തെ ഉണർത്തി കാര്യങ്ങൾ പറയും. അപ്പോൾ ആദ്യം അദ്ദേഹം പറയും, നിങ്ങൾ എന്നോടൊപ്പം ക്ഷമിച്ച് വരില്ല, നമ്മൾ തമ്മിൽ ചേരൂല എന്ന് പറയും. അപ്പോൾ ഇല്ലില്ല, ഞാൻ ക്ഷമിച്ച് നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാകും, എന്ത് സംഭവിച്ചാലും ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് പറയും. അപ്പോൾ അങ്ങനെ ആ നിബന്ധനയിൽ ഒരു നിബന്ധന വെക്കും, ഞാൻ എന്ത് ചെയ്താലും
എന്തിനാണ് എന്നോട് ചോദിക്കരുത്, എന്തിനാണ് നിങ്ങളിത് ചെയ്തെന്ന് എന്നോട് ചോദിക്കാൻ പാടില്ല എന്നൊരു നിബന്ധനയിൽ ഇവർ യാത്ര തിരിക്കുകയാണ്. അപ്പോൾ ഇവർ യാത്ര തിരിക്കുമ്പോൾ അങ്ങനെ ഇവർ ഒരു കപ്പലിൽ യാത്ര തിരിക്കും, കപ്പലിൽ കയറും. അപ്പോൾ കപ്പലിൻ്റെ ഉടമസ്ഥർ സാധാരണക്കാരായിരിക്കും, പാവങ്ങളായിരിക്കും. ഇവർക്ക് ഇവരിൽ നിന്ന് പൈസ വാങ്ങില്ല, ഇവരെ ഫ്രീ ആയിട്ടായിരിക്കും യാത്ര ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ യാത്ര മധ്യേ ഇദ്ദേഹം ഈ ഖിദ്ർ അലൈഹിസ്സലാം ആ കപ്പലിൻ്റെ ചില ഭാഗങ്ങൾ പൊളിക്കാൻ നോക്കും. കുറച്ച് ഭാഗങ്ങളൊക്കെ പൊളിച്ച് നല്ലൊരു കപ്പൽ കണ്ടാൽ കൊള്ളാത്ത രീതിയിലാക്കി തീർക്കുന്നു. അപ്പോൾ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അറിയാതെ ചോദിച്ചു പോകും, എന്തിനാണ് നിങ്ങളിത് ചെയ്യുന്നത്? അവർ നമ്മളെ ഫ്രീ ആയിട്ടല്ലേ യാത്ര ചെയ്യിപ്പിച്ചത് എന്ന് ചോദിക്കും. അപ്പം അദ്ദേഹം ആദ്യം വെച്ച നിബന്ധന ഓർമ്മപ്പെടുത്തും, ചോദിക്കാൻ പാടില്ലെന്ന് പറഞ്ഞതാണ്. അപ്പോൾ പറയും മറന്നുപോയി, അറിയാതെ ചോദിച്ചതാണ്, ഇനി ഞാൻ ചോദിക്കില്ല എന്ന് പറഞ്ഞ് വീണ്ടും ഇവർ യാത്ര തിരിയും. വീണ്ടും യാത്ര തിരിച്ചിട്ട് ഒരു സ്ഥലത്തെത്തുമ്പോൾ ഒരു കുട്ടിയെ കാണുകയും ആ കുട്ടിയെ കഴുത്ത് ഞെരിച്ച് കൊല്ലുകയും ചെയ്തു കളയും. പെട്ടെന്ന് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ചോദ്യം ചെയ്യും. അപ്പോഴും ഈ നിബന്ധന ഓർമ്മപ്പെടുത്തും. വീണ്ടും ഇവർ യാത്ര തുടർന്ന് ഒരു സ്ഥലത്തെത്തും. ആ സ്ഥലത്തെ ആൾക്കാർ ഇവരെ ഒരു ആതിഥ്യ മര്യാദ കാണിക്കൂല, ഇവർക്ക് ഭക്ഷണം കൊടുക്കൂല, ഒരു രീതിയിലുള്ള ഉപകാരവും ഒന്നും തന്നെ ഇവർക്ക് ചെയ്യില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അവിടെയുള്ള ഒരു മതിൽ വീഴാൻ വേണ്ടി പോകുമ്പോൾ ഇദ്ദേഹം ആ മതിൽ ശരിയാക്കുന്നു, നേരെയാക്കി, അത് തള്ളി നേരെയാക്കി വെക്കുന്നു. അപ്പോഴും മൂസ അലൈഹിസ്സലാം ചോദ്യം ചെയ്യും, നമ്മളെ ഒരു രീതിയിലും ആദരിക്കാത്ത, സൽക്കരിക്കാത്ത ഈ നാട്ടുകാരുടെ മതിലെന്തിനാണ് നമ്മൾ ശരിയാക്കി കൊടുക്കാൻ പോകുന്നതെന്ന് ചോദിക്കും. അപ്പോൾ ഖിദ്ർ അലൈഹിസ്സലാം പറയും, ഇത് ഞാനും നീയും തമ്മിലുള്ള ഇവിടെ വെച്ച് നമ്മുടെ യാത്ര അവസാനിക്കുകയാണ്, ഇനി നീ എന്നോടൊപ്പം സഹവസിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് രണ്ടുപേരും പിരിയുകയാണ്. പിരിയുന്നതിന് മുമ്പായിട്ട് ഈ ചെയ്ത 3 കാര്യങ്ങളുടെ കാരണങ്ങൾ ഖിദ്ർ അലൈഹിസ്സലാം മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിലൊന്നാമത്തെ കപ്പലിൻ്റെ വിഷയമാണ്. അപ്പോൾ ആ കപ്പൽ എന്തിനാണ് ഞാൻ അങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ, ഇവർ യാത്ര പോകുന്ന വഴിയിൽ ഒരു അക്രമിയായ രാജാവുണ്ട്. അപ്പോൾ അവർ നല്ല കപ്പലുകൾ കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹം പിടിച്ചെടുക്കും, സ്വന്തമാക്കി കളയും. പക്ഷേ നല്ലതല്ലാത്ത കപ്പലുകൾ കണ്ടാൽ വെറുതെ വിട്ടേക്കും. അപ്പോൾ അവരുടെ കപ്പൽ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്തതെന്ന് പറയും. രണ്ടാമത്തത് കുട്ടിയെ കൊന്ന കാര്യം പറയുമ്പോൾ, ഈ കുട്ടിയുടെ ഭാവിയിൽ ഈ കുട്ടി വലിയ അക്രമിയാകുകയും ഈ കുട്ടി കാരണം ഇവരുടെ മാതാപിതാക്കൾ പരീക്ഷണത്തിലകപ്പെടുകയും അങ്ങനെ പരീക്ഷണത്തിലകപ്പെട്ട് ഈ മാതാപിതാക്കൾ അള്ളാഹുവിനനുസരിച്ച് ജീവിക്കുന്നതിൽ നിന്ന് അവർ പോലും വ്യതിചരിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ ഈ കുട്ടിയെ വധിച്ചത്. പക്ഷേ അള്ളാഹു അതിന് പകരം അവർക്ക് വേറെ കുഞ്ഞിനെ കൊടുക്കുകയും എന്ന് പറയും. പിന്നെ അതിനുശേഷം മതിൽ ഞാൻ നേരെയാക്കിയത്, അതിൻ്റെ ഉള്ളിലൊരു നിധിയുണ്ട്. അപ്പോൾ ആ നിധി എടുക്കാൻ അതിൻ്റെ അവകാശികൾ ഇപ്പോൾ ചെറിയ കുട്ടികളാണ്. അവർ വളർന്നു വന്നു കഴിഞ്ഞാൽ മാത്രമേ ആ നിധി കണ്ടു കഴിഞ്ഞാൽ അവർക്കത് എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ആരെങ്കിലും അത് അപഹരിച്ചു കൊണ്ടുപോകും. അപ്പോൾ അതിൻ്റെ അവകാശികൾ ഇപ്പോൾ കുറച്ച് ചെറിയ കുട്ടികളാണ്. അപ്പോൾ അവർ വളർന്നു വരുന്നത് വരെ ഈ മതിലിവിടെ നിലനിൽക്കേണ്ടതുണ്ട്. അത് കഴിഞ്ഞ് അവർ വളർന്നു വന്നു കഴിഞ്ഞ് അവരുടെ മതിൽ ശരിയാക്കുമ്പോൾ അവർ ആ നിധി കണ്ടാൽ അവരെടുത്തുകൊള്ളും. കാരണം ഇവരുടെ മാതാപിതാക്കൾ സാലിഹീങ്ങളായിരുന്നു. ഇവരുടെ പിതാവ് സാലിഹായ ഒരു മനുഷ്യനായതുകൊണ്ട് ഈ സാലിഹായ മനുഷ്യൻ്റെ മക്കളെ അള്ളാഹു ഒരിക്കലും പാഴാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് അള്ളാഹു അവർക്ക് വേണ്ടി സംവിധാനിച്ചതായിരിക്കും എന്ന് പറയും. എന്തായാലും ഖിദ്ർ അലൈഹി സ്വലാത്തു വസ്സലാമിന് കൊടുത്തത് അള്ളാഹു തക്വീനിയായ ഇൽമാണ്. എന്ന് വെച്ചാൽ സാധാരണ മനുഷ്യർക്ക് കിട്ടുന്ന ഇൽമല്ല. അത് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനുള്ളത് തശ്രീഇയായ ശരീഅത്തിൻ്റെ ഇൽമാണ്. മറ്റേത് അത് അള്ളാഹുവുമായി ബന്ധപ്പെട്ട ആൾക്കാർക്ക്, അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നവർക്ക് കൊടുക്കുന്ന ഇൽമാണ്. അത് അള്ളാഹു അവൻ്റെ സംവിധാനങ്ങൾ, അവൻ്റെ പ്രപഞ്ചത്തിൽ അവൻ ചെയ്യുന്ന ചില സംവിധാനങ്ങളുണ്ട്. അപ്പോൾ അതിനകത്ത് അതിൻ്റെ യുക്തി എന്താണെന്ന് നമുക്കറിയില്ല. നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായി നടക്കണമെന്നില്ല. പക്ഷേ നമുക്കതിൻ്റെ യുക്തി അറിയില്ല. ചിലപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ നേരത്തെ മരണപ്പെട്ടു പോകുന്നു, നമുക്ക് വിഷമമാണ്. പക്ഷേ അതിൻ്റെ പിറകിൽ എന്ത് യുക്തിയുണ്ട് നമുക്കറിയില്ല. ഒരുപാട് പരീക്ഷണങ്ങൾ നമുക്ക് വരുന്നുണ്ട്, പക്ഷേ അതിൻ്റെ പിറകിൽ എന്ത് യുക്തി ഉണ്ടെന്നറിയില്ല. അതൊക്കെ നമുക്ക് നാളെ ആഖിറത്തിൽ പോകുമ്പോഴായിരിക്കും നമുക്കറിയുന്നത്, ഇതിൻ്റെ പിറകിൽ ഇങ്ങനൊരു യുക്തി ഉണ്ടായിരുന്നു, എനിക്ക് ഈ ഒരു പരീക്ഷണം ഉള്ളതിൻ്റെ പേരിൽ ഇത്രയും ഗുണങ്ങൾ ഇതിൻ്റെ പിറകിൽ എനിക്കുണ്ടായിരുന്നു, ഈ ഒരു പരീക്ഷണത്തിൻ്റെ പേരിൽ എനിക്ക് ഇത്രയും വലിയ അപകടത്തിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞു എന്നൊക്കെ നമുക്ക് അവിടെ ചെല്ലുമ്പോഴേ മനസ്സിലാകും. അപ്പോൾ ആ ഒരു വിഷയം ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു ഇൽമു കൊടുത്ത
ഒരു ദാസനായിരുന്നു ഖിദർ അലൈഹിസ്സലാം. പക്ഷേ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന് അങ്ങനെയായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ശരീഅത്തിൻ്റെ ഇൽമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീഅത്ത് വെച്ച് നോക്കുമ്പോൾ ഈ കാണിച്ചതെല്ലാം തെറ്റാണ്. അതുകൊണ്ടാണ് അദ്ദേഹം അത് ചോദ്യം ചെയ്യുകയും ചെയ്തത്. ഈ സംഭവമാണ് ഈ ജുസുയിൽ എൻ്റെ ലാസ്റ്റ് ഭാഗത്തായിട്ട് പറയുന്നത്. അടുത്ത ജുസുവിൻ്റെ തുടക്ക ഭാഗവും ഈ സംഭവത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളുണ്ട്. ഇത് കഴിഞ്ഞ് അടുത്ത ജുസുവിലേക്ക് നമ്മൾ കടക്കുകയാണ്.